സുജിയ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാലക്കാട്ടെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഡിവൈഎഫ്ഐ പ്രതിഷേധം ഇപ്പോൾ അവർ ഒരു വ്യത്യസ്ത രീതിയിലാണ് പാലക്കാട് ഇപ്പോൾ ഏതായാലും ചെയ്യുന്നത്. രാഹുലിൻ്റെയും അതുപോലെ തന്നെ ഷാഫിയുടെയും വേഷം കെട്ടിയിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മേഖലയിലേക്ക് എത്തി ഓരോ കടകളിലും കയറി തങ്ങൾ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ കടക്കാരോട് തന്നെ ചോദിക്കുന്ന രീതിയിലാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഏതായാലും ഈ പ്രതിഷേധം നടത്തുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധം നടത്തുന്നത്? തീർച്ചയായും ഈ പാലക്കാടിന്റെ MLA ഒരു പീഡന വീരനാണ് എന്ന് ഈ രാജ്യത്തും ഈ ലോകത്തെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ രാജ്യത്തിനകത്ത് ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ പാലക്കാടിന്റെ മുൻ MLA ആയിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലെ വടകരയിലെ MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലിന്റെ സ്വന്തം ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ട് ജയിപ്പിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ UDFന്റെ സംസ്ഥാന ഘടകം ഉൾപ്പെടെ ഈ കൈവിടുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഷാഫി പറമ്പിൽ മാറോട് ചേർത്ത് വെക്കുന്ന രീതിയാണിത്. അതിന് പ്രതീകാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ എൻ്റെ സ്വന്തം ശിഷ്യനാണ്, എൻ്റെ സ്വന്തം ശിഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വോട്ട് ചെയ്ത ആൾക്കാരോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം എന്ന നിലയ്ക്കാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ഒരു സമരം ഏറ്റെടുത്തിട്ടുള്ളത്. സുജയ, ഇതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. രാഹുലിന്റെയും ഷാഫിയുടെയും വേഷം കിട്ടിയിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ നാട്ടുകാരെ കണ്ടിപ്പോൾ സംസാരിക്കരുത്, എന്റെ സ്വന്തം അനിയനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കൂടെ നിർത്താം രാഹുലിനെ. ഇറങ്ങോഴിയല്ല, സാധാരണ രാജിവെക്കില്ല അതുകൂടെ പറഞ്ഞു. രാജിവെക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് രാഹുലിനെ അടുത്ത് അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ അല്ലെങ്കിൽ KSUവിൽ പ്രവർത്തിക്കുന്നത് മുതൽ തന്നെ ഈ പറയുന്ന രാഹുലുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഷാഫി എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുലിനെ എനിക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ വാർത്താ ചാനലുകളിൽ വരുന്നത് പോലെ രാഹുൽ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കാത്തൊരു വ്യക്തിയാണ് രാഹുൽ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പാലക്കാടൻ ജനതയോട് പറയാനുള്ളത്, പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്. വിശ്വസിച്ച് എങ്ങനെയാണോ ഞാൻ സുജിയ, രാഹുലിന്റെയും അതുപോലെ തന്നെ ഷാഫിയുടെയും വേഷം കെട്ടിയിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓരോ ബസ്സുകളിലേക്ക് കൂടി കയറുന്നു. ബസ്സുകളിലേക്ക് കയറി ആ ബസ്സുകളിലുള്ള യാത്രക്കാരോട് കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജിയുടെ കാര്യം അതിങ്ങനെ തുടരുകയാണ്. രാഹുലിന്റെയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെയും മുഖംമൂടിയൊക്കെ വെച്ച് ഉള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമുക്ക് ഇക്ബാൽ അറക്കൽ പങ്കുവച്ചത്.